പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ്. പൊന്ന ആരോഗ്യമന്ത്രി, നിങ്ങളുടെ ഈ വളയടി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തള്ളച്ചി പറ്റിയാണ്. ഇവരുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ നമ്മളെ കേരളയിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും ഇവരുടെ കണ്ണിൽ കാണത്തില്ല, നെഗറ്റീവ് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതരം കണ്ണുള്ള ഒരു ജീവിയാണിത്. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആദ്യം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ഇവിടെ എന്താണ് വേണ്ടതിനെ കുറിച്ചോ നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയിൽ അവർ പറയുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി ഹെൽത്ത് മിനിസ്റ്ററിന് ഒന്നും അറിയത്തില്ല എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് സത്യാവസ്ഥ അറിഞ്ഞില്ലാത്തതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നതെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇവർ ലോക ഉടായ്പാണെന്ന്. നമുക്കിവിടെ വേറൊരു വീഡിയോ കണ്ടു നോക്കാം. ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എന്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഇത് ആ ഡോക്ടറിന്റെ മറുപടിയാണ്. ഡോക്ടറിന് തന്നെ അറിയാം ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്, അവരുടെ ഭാഗത്താണ് തെറ്റെന്ന്. ഇത് എന്നിട്ട് അത് സർക്കാരിന്റെ തലയിൽ ഇടാനാണ് അവർ നോക്കുന്നത്. അതിന് ഇവർ പറയുന്ന മറുപടി ഉണ്ടോക്ക്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ സർക്കാർ ഹോസ്പിറ്റലിൽ സ്ക്രബ് നഴ്സ് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് ചോദിക്കാൻ അറിയില്ല. ഒരു ഫ്ലോർ നഴ്സിനും ഒരു സ്ക്രബ് നഴ്സിനും എന്തായാലും ആവശ്യമാണ്, അത് നിങ്ങൾക്കറിയില്ല. ഇനി ഇവർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കൊരു സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സ് എന്താ ചെയ്യണം? റിക്വസ്റ്റ് ചെയ്യണം. നമ്മുടെ ഭരണകൂടത്തോട് റിക്വസ്റ്റ് ചെയ്യണം. നമുക്ക് 2 നഴ്സുമാരെ ആവശ്യമുണ്ട് ഒരു സർജറി നടത്താൻ നേരത്ത്. അത് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യേണ്ട. അപ്പോൾ ഇവർക്ക് അറിയാം റിക്വസ്റ്റ് ചെയ്താലും സ്റ്റാഫിനെ കിട്ടുള്ളൂ. അല്ലാതെ അങ്ങ് ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരിക്കുന്ന മന്ത്രി വീണ ജോർജ് അല്ല ഇതിന് കാരണക്കാരിയെന്ന്. ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ഇവിടെ എന്താണ് വേണ്ടതിനെ കുറിച്ചോ നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഹെൽത്ത് ഫീൽഡിൽ നേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് നല്ലപോലെ അറിയാം മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടല്ല, അതൊരു ഡോക്ടറിന്റെ പിഴവാണ്. ഒരു ഡോക്ടറിന്റെ കൈയിൽ നിന്നും പോയി അവർ ചെയ്യുന്ന പ്രവർത്തനം തലച്ചോറിനകത്ത് പോയി ശരിയാക്കാനുള്ള പണിയൊന്നും അല്ല ഹെൽത്ത് മിനിസ്റ്ററിന്റെ പണി. മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. അത് ഈ ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഭവമാണ്. എല്ലാ ഹോസ്പിറ്റലും ലോകത്ത് എവിടെയൊക്കെ ഹോസ്പിറ്റലുണ്ടോ അവിടെയൊക്കെ നടക്കുന്ന സംഭവമാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ഇവിടെ എന്താണ് വേണ്ടതിനെ കുറിച്ചോ നിങ്ങൾക്കൊരു മണ്ണാങ്കട്ടയും അറിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ്. പൊന്ന ആരോഗ്യമന്ത്രി, നിങ്ങളുടെ ഈ വളയടി കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അത് ശരിയാണ്. അവസാനത്തെ 20 വർഷത്തിൽ 15 വർഷവും LDF സർക്കാരാണ് കേരളം ഭരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്ത് സെക്ടറിൽ കേരളം ഇന്ത്യയിൽ നമ്പർ 1 ആയിരിക്കുന്നത്. ചുമ്മാ വളവളാന്ന് വീഡിയോ ഇറക്കിക്കൊണ്ട് നടന്നാൽ പോരാ, വല്ലപ്പോഴേക്കും ന്യൂസൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം. മനസ്സിലാക്കണത്, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് പറയും അങ്ങനെ ചെയ്യണം, നടപടി ഉടൻ തന്നെ ഉണ്ടാക്കും, മറ്റേ ചെയ്യും മറിച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നു. പിന്നെ ഒരു ഹെൽത്ത് മിനിസ്റ്റർ പിന്നെ വേറെന്തോന്ന് പറയാനുള്ളത്? ഇനി നമ്മൾ ഈ തെറ്റ് ഇനിയും നമ്മൾ ആവർത്തിക്കും എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത്. അവർ പറഞ്ഞത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി ചെയ്യാമെന്നാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഒരു 2 നഴ്സുമാരെയെങ്കിലും ഒരു കേസ് എടുക്കുമ്പോഴത്തേനും അവിടെ കൊടുക്കുക, ഒരു ഫ്ലോർ നഴ്സും ഒരു സ്ക്രബ് നഴ്സും. അല്ലാതെ ഈ ഒറ്റയ്ക്കുള്ള ഈ തട്ടിത്തട്ടിയുള്ള കളി അതങ്ങ് അവസാനിപ്പിക്കാൻ നോക്ക്. ഇവരുടെ തന്നെ വേറൊരു വീഡിയോയിൽ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇൻഫോം ചെയ്യാത്തതാണ് പ്രശ്നമെന്ന്. ഇനി നിങ്ങൾ ഇത് കണ്ടു നോക്ക്. ഇല്ല, പക്ഷെ എന്തായാലും കുറച്ച് നാള് ഞാനും ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരാൾ തന്നെയാണ്. അതിന്റെ അനുഭവ വെളിച്ചത്തിൽ പറയണതാണ്. നിങ്ങളെപ്പോലുള്ള ഒരു ഡോക്ടറെ ഇന്ന് വരെ ഞാൻ ഇതുവരെയുള്ള എന്റെ വർക്കിങ്ങിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും അഹങ്കാരം, ഇത്രയും പുച്ഛം നിറഞ്ഞ ഇവര് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഡോക്ടറിനെ ഇവർ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. ഡോക്ടർമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതൊരു ചെറിയ കാര്യമല്ല, ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തോടെയുള്ള വർത്തമാനം നിർത്താതെ. ഇനി ഈ അമ്മച്ചിക്കും ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കേസിനെ ഹെൽത്ത് മിനിസ്റ്ററിനെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഊളകൾക്കും മനസ്സിലാവാനായിട്ട് ഒരു കണക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ഇന്ത്യയിൽ 2025 മാത്രം 65,000 മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കേരളയുടെ നോക്കാം. UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പം മൊത്തം 529 കേസും 192 കേസും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് LDF സർക്കാർ വന്നപ്പോഴേക്കും കുത്തനെ കുറഞ്ഞ് 42 കേസുകളിൽ പോയി നിൽക്കുന്നതുണ്ടോ. അതിനുശേഷം കേരളത്തിന് മാത്രമായിട്ടൊരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ഈ അമ്മച്ചി കേരളയിലല്ലാതെ നോർത്ത് ഇന്ത്യയിൽ വല്ലതാണ് ജീവിച്ചിരുന്നെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യേണ്ടി വന്നേനെ. അതിന് വീഡിയോ ചെയ്യാൻ അവിടുത്തെ സംഖ്യകൾ സമ്മതിച്ചിട്ട് വേണ്ടേ. എല്ലാം പോട്ടെ, നമുക്ക് അമേരിക്കയിൽ ഒരു വർഷത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ എടുത്ത് നോക്കാം. 18,850 കേസുകളാണ് ഒരു വർഷം അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കണ്ട UDFന്റെ പ്രക്ഷോഭമൊക്കെ വെറും വിവരമില്ലായ്മയാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് നാടകം മാത്രമാണ്. സംസാരിക്കുന്ന അമ്മച്ചിയും കേരളം കണ്ട പ്രക്ഷോഭങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. കാരണം ഇതൊന്ന് കണ്ടു നോക്ക്. കാര്യം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ
ക്ലോഷറിന് മുന്നേ കൗണ്ട് നോക്കുന്നുണ്ട്, ക്ലോഷർ കഴിഞ്ഞിട്ടും കൗണ്ട് ചെയ്യുന്നു. ഇവർക്കും UDF-കാർക്കും മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ തിരഞ്ഞെടുപ്പും രാഷ്ട്രീയവുമാണ് ലക്ഷ്യം. കാരണം ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കേരളയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളെയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ അല്ല. അതിന് ദുരൂഹമായ കാരണങ്ങളുണ്ട്, വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇലക്ട്രൽ ബോണ്ട് വഴി കോൺഗ്രസിന് 1864 കോടിയിൽ 143 കോടി രൂപ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും ഫാർമ കമ്പനീസുകാരും കൊടുത്ത കാര്യം അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കുക. ഇതൊക്കെ കേരളയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളാണ്. അതിലൊന്നിൽ തുണി തന്നെ പേഷ്യൻ്റെ ശരീരത്തിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് സർജറി ചെയ്ത കേസാണ്. UDF-കാരുടെ പ്രക്ഷോഭവും യൂത്ത് കോൺഗ്രസുകാരുടെ ഹെൽത്ത് മിനിസ്റ്ററിന് എതിരെയുള്ള അറ്റാക്കും ഒന്നും കണ്ടില്ല. 2026 നടന്ന സംഭവമാണ്. അന്ന് ഈ ചേച്ചി ഇവിടെ ഇല്ലായിരുന്നു വീഡിയോ ചെയ്യാൻ. വേറൊരിടത്ത് ഒരു ഓർത്തോപീഡിക് സർജൻ ഹിപ്പ് സർജറി പിഴവ് കാരണം കേസ് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഒരു UDF-കാരുടെ പ്രക്ഷോഭം കണ്ടില്ല. പത്തനംതിട്ട റാന്നിയിൽ ഒരു 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മരണപ്പെട്ടായിരുന്നു മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം. അന്നും ഇവരുടെ ആരുടെയും പ്രക്ഷോഭം കണ്ടില്ല. പിന്നെ ഒരു 2.5 വയസ്സുകാരി പെൺകുട്ടി ഇഞ്ചക്ഷൻ മാറിക്കുത്തി മരണപ്പെട്ടു. ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ഈ സംഭവങ്ങൾക്കെതിരെ ഇവറ്റോളം മിണ്ടൂല. കാരണം ഇവിടെ കേരള ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഹൈടെക് ആക്കി. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആൾക്കാർ പോകുന്നത് കുറഞ്ഞു. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കോർപ്പറേറ്റുകളുടെ മാഫിയ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി UDF-കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നം വന്നാലും മൈൻഡ് ചെയ്യാത്തതിന്റെ കാരണം നോക്കാം. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. മൊത്തം 1864 കോടിയിൽ ഹെൽത്ത് കെയർ, ഫാർമ, ഹോസ്പിറ്റൽ സെക്ടർ എന്നിവയിൽ നിന്ന് എല്ലാം കൂടി 123 കോടിയാണ് കോൺഗ്രസ് കൈപ്പറ്റിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ പ്രതികരിക്കാനല്ലേ? ഈ ഹോസ്പിറ്റലുകാരല്ലേ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെ പ്രതികരിക്കാൻ? ഇവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കുക. മീൻസ് ഇത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. ഈ മെഡിക്കൽ നെഗ്ലിജൻസ് കേസൊക്കെ ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്. ഇത് മീഡിയ അറ്റൻഷനിൽ കൊണ്ടുവരിക, ജനങ്ങളെ പാനിക് ആക്കുക. ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ എല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതാണ് ഇവരുടെ ഉദ്ദേശം. 10,000 രൂപയ്ക്ക് ചെയ്യാനുള്ള സർജറി 2-3 ലക്ഷം ചിലവാക്കി മനുഷ്യരുടെ കാശ് കളയുക. അങ്ങനെ ചെയ്യുമ്പോൾ കോർപ്പറേറ്റുകൾ വളരും, കോടീശ്വരന്മാരുണ്ടാവും. പാവങ്ങൾക്ക് ഗുണമില്ലാത്ത സംഭവമാണ് അതൊക്കെ. അതിന് മീഡിയേറ്റർ ആവുക എന്നതാണ് ഈ പ്രക്ഷോഭം നടത്തുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഉദ്ദേശം, ഈ UDF-കാരുടെ ഉദ്ദേശം. ഈ കോർപ്പറേറ്റുകളുടെ മീഡിയേറ്റർ ആയിട്ട് നിന്ന് ഈ പൈസ ഇവരുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഈ പാവങ്ങളുടെ ജനങ്ങളുടെ പൈസ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അല്ലാതെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ള പ്രക്ഷോഭമോ പ്രൊട്ടസ്റ്റോ ഒന്നും അല്ലായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്ത് മെഡിക്കൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ പോട്ട് ഈ കോൺഗ്രസ് ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായ പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഈ വീഡിയോ കൊണ്ട് തീരത്തില്ല. ഒരു വീഡിയോ കൊണ്ട് തീരത്തില്ല ഇവരുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ അവസാനത്തെ 10 വർഷത്തിൽ കേരള സർക്കാർ ഹോസ്പിറ്റലുകളെല്ലാം വേറെ ലെവലിൽ വളർന്നു. അത് ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ണികളായ ബ്ലാക്ക് സ്റ്റോൺ, KKR പോലത്തെ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളെ ബാധിച്ചു. അവർക്കുള്ള ഒരേ ഒരു തടസ്സമാണ് ഈ LDF ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ഈ സർക്കാർ ഹോസ്പിറ്റലുകൾ ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും സർക്കാർ ഹോസ്പിറ്റലുകൾ തിരഞ്ഞെടുക്കുന്നത്. LDF സർക്കാർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതുപോലുള്ള ജനങ്ങളെ കബളിപ്പിക്കുന്ന പ്രക്ഷോഭങ്ങൾ കൂടി വരത്തേ ഉള്ളൂ. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, എന്തുകൊണ്ടാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന അനീതികൾക്കൊന്നും യൂത്ത് കോൺഗ്രസ് പ്രക്ഷോഭം ഉണ്ടാക്കാത്തത്? ഒരു പ്രശ്നം ഉണ്ടാക്കാത്തത്, ഒരു പ്രൊട്ടസ്റ്റ് നമ്മൾ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ അപൂർവമായി കേരളയിൽ ഉണ്ടാകുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് ബാക്കി സ്റ്റേറ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കേരളയിൽ വളരെ കുറവാണ് ഈ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ കേസുകൾ എന്ന് പറഞ്ഞാൽ. ആ കേസുകളിൽ ഒരു ഹെൽത്ത് മിനിസ്റ്ററിനെ അറ്റാക്ക് ചെയ്യേണ്ട കാര്യം എന്തിനാണ്? പാവങ്ങളുടെ ജീവിതം വെച്ച് പന്താടാൻ നേരത്ത് ഒരു കുഴപ്പമില്ല അല്ലെ. കുറച്ച് ദിവസം വന്നിട്ട് മീഡിയാസിന് മുമ്പിൽ കിടന്നിട്ട് ഓളം അടിച്ച് കഴിയുമ്പോഴത്തേന് അതങ്ങ് തീരുവല്ലോ. ഓക്കെ ഗൈസ്, ബാക്കി സെക്കൻഡ് പാർട്ടിൽ കാണുക. എല്ലാം കൂടി ഒന്നും പറഞ്ഞ കുളമാവും, അതുകൊണ്ടാണ്. സോ ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് വീഡിയോ.